ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്ക്കുന്നത് ഒരു പ്രിൻസസ് കട്ടാണ്. അത്യാവശ്യം ലോങ് നെക്കുള്ള ഒരു പ്രിൻസസ് കട്ടാണ്. അത് 28 ഇഞ്ച് ഇടുപ്പ് വണ്ണമുള്ള ഒരു പ്രിൻസസ് കട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 14.5 എടുക്കുകയാണ്. തയ്ച്ച് വരുമ്പോൾ 13.5 മതി. അതുപോലെ വണ്ണം സാധാരണ നമ്മൾ ഇടുപ്പ് വണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. ഇത് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടണം. അപ്പോൾ 7, 7, 3, 10, 10.5 അതാണ് വണ്ണം. 1/2 ഇഞ്ചും കൂടെ നമ്മൾ പ്രിൻസസ് കട്ടിന് കൂട്ടിയെടുക്കണം. പക്ഷേ ഷോൾഡർ 5 ഇഞ്ച് മതി, കാരണം നെക്ക് ഇറക്കമുള്ളതാണ്. വിഡ്ത്ത് 2.5 ഇഞ്ച് എടുക്കണം. പിന്നെ ഇറക്കം, ഇതിൻ്റെ ഇറക്കം ഏകദേശം 8.5 ഇഞ്ച് ഉള്ള ഇറക്കം വയ്ക്കുന്നുണ്ട്. അതുപോലെ 3 ഇഞ്ച് വൈഡ് കൊടുക്കുന്നുണ്ട്. ബാക്ക് 3 ഇഞ്ച് വൈഡ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പ്രിൻസസ് കട്ടാണ്, അതുകൊണ്ട് സ്ട്രെയിറ്റ് കട്ടാണ്. അപ്പോൾ കഴുത്തിറങ്ങിപ്പോകും എന്ന് പേടിക്കേണ്ട. ഇതുപോലെ തയ്ച്ചാൽ ഇതിനിപ്പോൾ 8.5 അല്ല 10 ഇഞ്ചായാലും ഇതേ അളവിൽ തയ്ച്ചാൽ കഴുത്തിറങ്ങില്ല. ആം ഹോൾ 6 ഇഞ്ച് തന്നെയാണ്. പലർക്കും കൺഫ്യൂഷനുണ്ട് എല്ലാ അളവിലും 6 ഇഞ്ച് എങ്ങനെ വരുമെന്ന്. പക്ഷേ അതൊരു യൂണിക് അളവാണ്. അതിൽ ഒരു മാറ്റവും നിങ്ങൾ വരുത്തണ്ട. വലുതായാലും ചെറുതായാലും ഇത് തന്നെയാണ് അളവ്. പിന്നെ നമ്മൾ കൈക്കുഴി 1 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് എടുക്കുന്നത്. അതുപോലെ ആം ഹോളിൻ്റെ പകുതിയും പിന്നെ ഈ വണ്ണത്തിൻ്റെ ഭാഗത്തൊരു 3 ഇഞ്ചും എടുത്തിട്ടാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. ബാക്കൊക്കെ നല്ല ചുളുക്കില്ലാതെ ഇരിക്കാൻ ഇങ്ങനെ തന്നെ അളവെടുക്കണം. ഇത് വെച്ച് തന്നെ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് കഴുത്ത് മാത്രമേ ഇതിന്ന് വ്യത്യാസം വരുന്നുള്ളൂ. രണ്ടര ഇഞ്ച് മുകളിലെടുക്കണം. കഴുത്ത് 6 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. താഴത്തെ അകലം 2.5 ഇഞ്ച് എടുക്കണം കേട്ടോ. 2.5 ഇഞ്ച് താഴത്തെ അകലം എടുക്കണം. കാരണം നമ്മളവിടെ ഫ്രണ്ട് ഓപ്പൺ അല്ല, ഇത് ബാക്ക് ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുക്കാനുള്ളത്. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കൂട്ടിയൊന്നും വേണ്ട, ഇറക്കം കൂട്ടണ്ട, ഒന്നും കൂട്ടണ്ട. അതുപോലെ നമുക്കിവിടെ ഒരു പ്രിൻസസ് കട്ടാണെങ്കിലും നമുക്കൊരു ഒരു ഡോട്ട് പോയിൻ്റ് ഉണ്ട്, 10 ആണ്. ആ 10-ലൊരു മാർക്ക് ചെയ്യുക. സൈഡിൽ നിന്ന് വണ്ണം ഉള്ളവർക്ക് 4 എടുക്കാം. ഈ 28 ഇഞ്ചിനൊക്കെ 3.5 എടുത്താൽ മതി. ഇപ്പം വേറെ 32 ഇഞ്ച് ഒക്കെ തയ്ക്കുന്നവർക്ക് 4 എടുത്ത് വെട്ടാൻ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവർക്ക് 3 മതി. താഴ്വശത്ത് 6 ഇഞ്ച് എടുക്കണം നമ്മൾ. ഇതൊരു 4 ഇഞ്ച് മതി. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 4 ഇഞ്ച്, 4 അല്ലെങ്കിൽ 3.5 മതി. 3.5 അല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ആയാലും കുഴപ്പമില്ല, അല്പം വളച്ചായാലും കുഴപ്പമില്ല. മുകളിൽ നിന്ന് അവിടെ നമ്മൾ 6 ഇഞ്ച്, അത് ആ സ്ട്രെയിറ്റ് വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വളച്ച് എടുക്കാനുള്ളത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നത്.
ആ പോയിന്റിൽ നിന്ന് വേണം വളച്ചെടുക്കാനുള്ളത്. ഒരു ശകലം വളച്ചാണ് അത് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ തയ്ച്ചാൽ ഒരു അത്യാവശ്യം നല്ല ഷേപ്പിൽ ഫ്രണ്ട് ഇരിക്കും. അതിനാണ് അങ്ങനെ എടുത്തത്. ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് വളച്ചെടുത്തിട്ടുണ്ട്. അവിടെ ഒരു മാർക്ക് ഇടണം, അതാണ് പോയിന്റ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത വെച്ചിട്ട് നമുക്കൊരു ക്യാൻവാസിൽ, ഒരു ചെറിയ പേപ്പർ ക്യാൻവാസിൽ ഒരു ക്യാൻവാസ് രണ്ട് പാർട്ടിലേക്കും വെട്ടിയെടുക്കാം. അത് ഫ്രണ്ട് ഒരു അല്പം, കാരണം ഇത് നമ്മൾ ഡോട്ട് പോയിന്റ് ഇട്ട് ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് ഒരല്പം കട്ടിക്കിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ക്യാൻവാസ് ഇട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് ഇട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പെർഫെക്ഷനോടുകൂടി ഫ്രണ്ട് ഇരിക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇനി ഒരു തുണിയും കൂടെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നമുക്ക് കൈ ഇത് ഞാൻ കപ്പ് കൈയാണ് എടുക്കണം. അപ്പോൾ ഒരു 12 ഇഞ്ച് വണ്ണത്തിന് എടുക്കണം. കപ്പ് കൈയാണ്, നമുക്ക് പ്ലേറ്റ് ഇടാനുള്ളതാണ്. ശരിക്കും ഇതിന് 5 ഇഞ്ച് ഇറക്കം മതി. പക്ഷേ ആ 5 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ ഒരു 8 ഇഞ്ച് ഹൈറ്റ് വയ്ക്കുകയാണ്. 5 ഇഞ്ചാണ് നമുക്ക് ശരിക്കും വേണ്ടി ഇറക്കം. ഒരു 3 ഇഞ്ചും കൂടെ ഹൈറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് താഴെ നിന്നൊരു 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വളച്ച് വരയ്ക്കും. പ്ലീറ്റ്സ് ഇടാനാണ്. ഒരുപാട് പൊങ്ങിയ കപ്പല്ല, എന്നാൽ അത്യാവശ്യം പൊങ്ങിയ ഒരു കപ്പ്. ചിലർക്ക് ഒരുപാട് പൊങ്ങണ്ട, എന്നാലും കപ്പായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ദാ ഇങ്ങനെ വെട്ടുന്നത് കേട്ടോ. ഇതുപോലെ പ്ലേറ്റ് ഇടാനാണ്. ഇതാ ഇതിന് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ക്യാൻവാസിൻ്റെ അടിയിൽ നമ്മൾ ഒരു പീസും കൂടെ വെച്ച് തയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പീസും കൂടെ വെട്ട് ചെയ്തെടുക്കണം. ഇനി ക്യാൻവാസ് താല്പര്യമില്ലാത്തവർക്ക് ഒരു കട്ടിയുള്ള തുണി ഒരു പീസും കൂടെ വെട്ടി അതിൻ്റെ അടിയിൽ വെച്ച് തയ്ച്ചാലും മതി. ലൈനിങ് അല്ലാത്തത്, ലൈനിങ് ആയാലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ വെറും ഫ്ലാറ്റായി പോകും. എന്നാൽ ആരോ പറയുന്നത് കേട്ടോ, പ്രിൻസസ് കട്ട് തയ്ച്ചിട്ട് വെറും ഫ്ലാറ്റ് പോലെ ആയിപ്പോയി ഫ്രണ്ട് എന്ന്. പ്രിൻസസ് കട്ട് തയ്ക്കുന്നത് ഒരുപാട് ഹൈപ്പ് വരാനല്ല, ചെറിയൊരു ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും തീരെ ഫ്ലാറ്റായി പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് വെച്ച് തയ്ച്ചാൽ തീരെ ഫ്ലാറ്റായി പോകില്ല.
ഇനി നമുക്കിത് ഫ്രണ്ടിൽ വെച്ച് തയ്ക്കാം. തിരിഞ്ഞു പോകരുത് നിങ്ങൾ തയ്ക്കുമ്പോൾ. അതുകൊണ്ട് വെട്ടുമ്പം തന്നെ താഴ്വശം കറക്റ്റ് ചെയ്തിട്ട് ഒരു മാർക്ക് ചെയ്ത് തയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ തയ്ക്കുമ്പോൾ താഴെ വശം കഷത്തിൻ്റെ അവിടെയും കഷത്തിൻ്റെ ഭാഗം താഴെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രിൻസസ് കട്ട് വെട്ടുമ്പം തന്നെ താഴെ ഒരു മാർക്ക് ചെയ്ത് തയ്ക്കണം, തിരിച്ചറിയാൻ വേണ്ടി. അവിടെ ഒരു ചെറിയ ഹൈപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസിലടിക്കുന്നത്. ഇന്നാൾ ഞാൻ വേറൊരു മോഡൽ പ്രിൻസസ് കട്ട് കാണിച്ചിരുന്നു. അത് കട്ടിങ് വെച്ച പ്രിൻസസ് കട്ടായിരുന്നു. അത് ബോട്ടിനൊക്കെ ആയിരുന്നു. ഇത് സാധാരണ നെക്കാണ്. അത്യാവശ്യം ബാക്ക് ഇറക്കമുള്ള ഒരു സാധാ നെക്കാണ്. ഈ അടിയിൽ പട്ട വെച്ചേക്കണം. ചിലർ അടി മടക്കിയൊക്കെ തയ്ക്കും. അങ്ങനൊന്നും തയ്ക്കരുത്. അങ്ങനെയൊക്കെ തയ്ച്ചാൽ ചുരുണ്ട് കയറിയൊക്കെ മുകളിലോട്ട് പോകും. അതുകൊണ്ട് ഒരു പട്ട വെച്ച് തന്നെ തയ്ക്കണം, ബാക്കും ഫ്രണ്ടും. ഇതിൽ ഞാൻ ഫ്രണ്ട് ഓപ്പൺ പ്രിൻസസ് കട്ടും തയ്ച്ചിട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ചാനൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് അതിൽ കിടപ്പുണ്ട്. മറന്നുപോകാതെ അതൊക്കെ ഒന്ന് കാണുക. ഇത് ബാക്കാണ്. ഇതിൽ ഞാൻ ബാക്ക് ഡോട്ട് ഇടാതെ തയ്ക്കുകയാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ നിന്ന് 1 ഇഞ്ച് ചരിച്ച് മുകളിലേക്ക് വെട്ടണം. 1 ഇഞ്ച് ചരിച്ച് വെട്ടണം. ഇങ്ങനെ 1 ഇഞ്ച് ചരിച്ച് നമ്മൾ വെട്ടണം. നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് തയ്ക്കുന്നത്. അപ്പം ബാക്ക് 2 ആക്കണം. എന്നിട്ട് ബാക്കിൽ നമ്മൾ പടി വെച്ചടിക്കണം. ഇത് 2 പടിയും നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. ബോഡിയിലോട്ട് മടക്കി അടിക്കരുത്. അത് ഞാൻ ആൾട്രേഷൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പടി ഇങ്ങനെ ഞാൻ കൊടുത്തടിക്കാൻ പറയുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പലതിലും നമ്പറുകൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് വാട്സപ്പിലും ചോദിക്കാം, അല്ലെങ്കിൽ കമൻ്റായിട്ടും ചോദിക്കാം. എന്തായാലും ഞാൻ അതിന് മറുപടി തരുന്നതാണ്. നമ്മൾ പടിയിൽ തന്നെ ഹൂക്കിൻ്റെ ഐ വരിഞ്ഞെടുക്കുകയാണ്. ബാക്ക് 3 ഇഞ്ച് എടുത്തേക്കാണ്. ഐ വരിഞ്ഞും കൂടെ കൂട്ടി കുറച്ചും കൂടെ വൈഡായിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, ബാക്ക് ആയതുകൊണ്ട്. ബാക്ക് എല്ലാവർക്കും നല്ല വൈഡായിട്ട് കഴുത്ത് നിൽക്കുന്നതാണ് താല്പര്യം. വിശേഷിച്ചും ഈ ചെറിയ ബ്ലൗസുകൾ,
പ്രിൻസസ് കട്ടിനൊക്കെ അതാണ് താല്പര്യം. അതുപോലെ ഞാനിതിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. 6 ക്ലാസ് ആയിട്ടുണ്ട്. ഇതുവരെ ക്ലാസ് കാണാത്തവർക്ക്, ബിഗിനേഴ്സിന്, ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ക്ലാസ്സുകളെല്ലാം കിട്ടും. ഇപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും ബേസുകൾ ഞാൻ പഠിപ്പിക്കുകയാണ്. എൻ്റെ ക്ലാസ് ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തയ്ക്കാൻ പഠിക്കത്തക്കവണ്ണമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് അളവുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ പട്ട, അടിയിലെ പട്ട ദാ വെച്ച് തയ്ക്കുകയാണ്. ചിലർ അടി മടക്കി അങ്ങ് തയ്ക്കും, പട്ട വേറെ വയ്ക്കാതെ എളുപ്പത്തിന്. അത് ബാക്കൊരു സുഖം ഉണ്ടാവില്ല അങ്ങനെ തയ്ച്ചാൽ. അതുകൊണ്ടാണ് പട്ട വെച്ച് തയ്ക്കണമെന്ന് ഞാൻ നിർബന്ധപൂർവം പറയുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് നോക്കി ജോയിൻ ചെയ്യണം. കയറി ഇറങ്ങി ആവരുത്. കാരണം ഇത് അത്യാവശ്യം വൈഡിൽ വെട്ടിയൊക്കെയാണ്. ഇനി വൈഡാക്കാൻ പറ്റൂല. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. 28 ഇഞ്ചാണ്. അപ്പോൾ 7ഉം അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 8 ഇഞ്ചിൽ നമുക്ക് 2 സൈഡും മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് വീതം 4 സൈഡും നമ്മൾ 8 ഇഞ്ചാണ്. ഫ്രണ്ടും ബാക്കും ഒക്കെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യണം. ഒരേ അളവിലാണ് മാർക്ക് ചെയ്യാനുള്ളത്. അത് നമ്മൾ പടി ഉൾപ്പെടെ ചേർത്താണ് മാർക്ക് ചെയ്യുന്നത്. അത് മറന്നുകൊണ്ട. ഇതിനെ ചരിച്ച് നമുക്ക് ഒരു തയ്യൽ തയ്ക്കാം. ഇവിടെ ഈ ബാക്ക് ഇത്രയും അധികം വന്നത് നമ്മൾ ഇതിന് ഡോട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടും, പിന്നെ നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്ക് ഫ്രണ്ട് ഒരുപോലെ എടുത്ത്, പക്ഷെ ഫ്രണ്ടിലത് കറക്റ്റ് ആവും. കാരണം നമ്മളവിടെ തയ്ച്ചേക്കുന്നുണ്ട് ഫ്രണ്ടിൽ. പക്ഷെ ബാക്ക് അങ്ങനെയല്ല, ബാക്ക് ആദ്യം അങ്ങനെ കിടക്കുക. അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. അതുകൊണ്ട് അത്രയും കട്ട് ചെയ്യുമ്പോൾ വണ്ണം കുറഞ്ഞു പോകില്ലെന്നൊന്നും പേടിക്കണ്ട. കാരണം നമ്മൾ 1/2 ഇഞ്ച് എല്ലാ സാധാരണ ബ്ലൗസും തയ്ക്കുന്നേക്കാൾ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി ഇതിനെടുത്തിട്ടുണ്ട്. അത് ആ ഫ്രണ്ടിൻ്റെ തയ്യലിൽ പോകും ആ 1/2 ഇഞ്ച് കൂട്ടിയത്. പക്ഷെ നമ്മൾ ബാക്കും അതുപോലെ തന്നെ എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് അത്രയും കട്ട് ചെയ്യുമ്പോൾ വണ്ണം കുറഞ്ഞു പോയില്ലെന്നൊന്നും പേടിക്കണ്ട. ഇനി ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കാണ്ട്, ആംഹോളിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൈ വെച്ച് പിടിപ്പിക്കാവൂ. നമുക്ക് കൈ തയ്ക്കാം. നമുക്ക് പ്ലേറ്റ് ഇടാൻ ഒരു മാർക്ക് ചെയ്യാൻ രണ്ടും എടുത്ത് വെച്ചിട്ട് ഇത് ഒരുപാട് ഹൈപ്പുള്ള പ്ലേറ്റ്സ് അല്ല, എന്നാൽ ചെറിയ ഒരു ഹൈപ്പ് ഉണ്ട് താനും. കയ്യിലെ പ്ലേറ്റ്സും കപ്പ് കൈയും ഒക്കെ ഒരുപാട് വെറൈറ്റി മോഡലിലുണ്ട്. ചെറിയതും വലുതുമായ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ പ്ലേറ്റ്സ് ഇടുകയാണ്. മേലിട്ടേക്കണേൻ്റെ നേരെ താഴേക്ക് ആണ് അളന്ന് നമ്മൾ പ്ലേറ്റ്സ് ഇടുന്നത്.
ഇത് 2 സൈഡിലേക്കല്ല, ഒരു സൈഡിലേക്ക് തന്നെ നമ്മൾ ഇടുകയാണ്. അതായത് മുകളിലത്തെ പ്ലേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടും, താഴത്തെ പ്ലേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടുമായിട്ടാണ് ഇതിൻ്റെ പ്ലേറ്റ്സ്. ഇതിൽ ഒരു ചെറിയ പട്ട വെച്ചടിക്കാം. ഈ പട്ട നീളം എത്രത്തോളം വേണോ അതനുസരിച്ച് ചെറുതും വലുതും ഒക്കെ ആക്കി വെക്കാം. ചെറിയ പട്ട ചെറിയ വീതിക്ക് വെക്കാം, അല്ല കുറച്ചും കൂടെ വീതിക്ക് വേണമെങ്കിലും അങ്ങനെ വെക്കാം. അതല്ല ചെറിയ ചുരുട്ടിയടിക്കത്തൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റ്സ് ഇടാതെ തന്നെ ഇതുപോലൊരു കുഞ്ഞു പട്ട വെച്ചിട്ട് അതിനകത്ത് ഇലാസ്റ്റിക് ഇടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൈ തച്ച് തീർന്നു. നമുക്ക് ജോയിൻ ചെയ്യാം കൈ വെച്ച് ബ്ലൗസിൽ. നമ്മൾ സൈഡ് കൂട്ടി കുറച്ച് ഭാഗം കൂട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ് ജോയിൻ ചെയ്യാൻ കറക്റ്റ് പിടിച്ച് ഇച്ചിരി ബുദ്ധിമുട്ട്. മറ്റേതുപോലെ ഫ്ലാറ്റ് ആയിട്ടല്ലല്ലോ, നമ്മൾ 2 സൈഡും തയ്ച്ച് വെച്ചേക്കല്ലേ ഒരു 3/4 ഭാഗം. ചിലർ റൗണ്ട് കൈ തയ്ക്കാറുണ്ടല്ലോ, ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് വണ്ണം എല്ലാം ജോയിൻ ചെയ്തിട്ട്. പക്ഷെ അതും ഒരു പ്രശ്നമാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് തയ്ക്കുന്നതും ഒരു കറക്റ്റ് ശരിയാവില്ല. നെഞ്ച് വണ്ണം അങ്ങനെ അല്പം കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, ഈ റൗണ്ട് കൈ വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് ഇട്ടിട്ട് ഫുള്ളായിട്ട് പിന്നെ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് സൈഡ് അടിക്കാം. ജസ്റ്റ് ഇന്ന് ഫുള്ള് ജോയിൻറ്റ് ചെയ്യാം. അതിന് അളവൊന്നും വേണ്ട, നമ്മൾ സാധാരണ നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത് വെച്ചതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡും നമുക്കതുപോലെ ജോയിൻറ്റ് ചെയ്യാം. ഒരുപാട് അളവും വരെയും കുറിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അളന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇടുപ്പ് വണ്ണം അളക്കാം എത്രയുണ്ടെന്ന്. 27 മതി നമുക്ക്. ഒരു 2 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് അത് കുറയ്ക്കണം. ഒരു 1/2 ഇഞ്ച് കുറച്ചാൽ മതി താഴെ ഇടുപ്പ് വണ്ണം. മുകളിൽ 1/2 ഇഞ്ച്, നമ്മൾ കൈവണ്ണം 5 അത് കൈവണ്ണം അളന്ന് നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൈയുടെ അളവും നോക്കിയിട്ട് അതുപോലെ കൈയുടെ അളവിലേക്കും മടക്കണം. മടക്കി ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി മടക്കാൻ വയ്യാത്തവരാണെങ്കിൽ മൊത്തം നെഞ്ച് വണ്ണം അളന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കാം. രണ്ട് സൈഡും അതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതമാണ് നമ്മൾ താഴെ കുറയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് 2 ഇഞ്ച് കുറയും. താഴെ സ്ട്രെയിറ്റ് ആയിട്ടും കൈയുടെ അവിടെ വളച്ചുമാണ് നമ്മൾ മടക്കുന്നത്. കൈവണ്ണം നമ്മൾ അളന്ന് മാർക്ക് ചെയ്യണം എത്രയാണോ വേണ്ടിയത്. വണ്ണം അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ ഒന്നുകൂടെ അളന്ന് നോക്കാം. 27 ഇഞ്ച് കറക്റ്റായി. ഇനി കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്ക് ഓപ്പൺ ആണ്, അപ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കണം കയറി ഇറങ്ങിയൊക്കെ ഉണ്ടോ എന്ന്.
ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കഴുത്ത് വെച്ച് വയ്ക്കാൻ. ഇതുപോലെ ക്രോസ് തുണി വെട്ടിയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴുത്ത് വയ്ക്കണം. കഴുത്ത് വെച്ച് തീർന്ന് ഇനി ഒരു പ്രധാന കാര്യം എന്താ, നമ്മൾ ആ തയ്യൽ തുമ്പ് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യാതെ വേണം ഇതുപോലെ മടക്കി അടിക്കാൻ. ചെറിയ വീതിക്ക് മടക്കി അടിച്ചാൽ മതി. അപ്പം നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതാ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ നെഞ്ച് വണ്ണം ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. 35 ഇഞ്ച് നെഞ്ച് വണ്ണമുണ്ട്. അത് മതി. ഇതാണ് ബ്ലൗസ്.